പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം നമുക്കറിയാമല്ലോ. കാൽവരി ക്രൂശിലെ കർത്താവിന്റെ 7 മൊഴികളെ കുറിച്ചായിരുന്നു. അതിൽ 6 നാം തീർത്തു. അതിൽ 7-ാമത്തേതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. അപ്പോൾ കർത്താവ് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചു. ലോകത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യം. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം മരണം തന്നെ ഒന്ന് വിളിച്ചതല്ല, താൻ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്. മരണം തന്നെ ഭയപ്പെടുത്തുന്നതല്ല, കാരണം തന്റെ പിതാവിന്റെ കൈകളിലേക്കാണ് തന്റെ ജീവനെ, പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് മരണത്തിന് മുകളിൽ അധികാരം എന്നുള്ളത് കർത്താവിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. താൻ പഠിപ്പിച്ചു, താൻ എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തനിക്ക് ഭയമില്ല, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന കാര്യം നമ്മെ നിത്യമരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കടന്നു വന്ന യേശു മരണത്തെ ജയിച്ചവനാണ്. തന്റെ ജീവിതത്തിൽ താൻ തെളിയിച്ചു. മരിച്ച ലാസറിനെ, ആ പെൺകുട്ടിയെ, അല്ലെങ്കിൽ യൗവനക്കാരനെ മരണത്തിൽ നിന്ന് അവൻ വിടുവിച്ചു. അവർ മരിച്ചുപോയെങ്കിലും പേര് വിളിച്ച് അവരെ തിരികെ കൊണ്ടു. അപ്പോൾ മരണത്തിന്റെ മുകളിൽ അധികാരമുണ്ട് എന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ താൻ തെളിയിച്ചത്. ഇപ്പോൾ തന്റെ ജീവിതവും തന്റെ കയ്യിൽ സുരക്ഷിതമാണ്. താനാണ് തന്റെ മരണത്തിന്റെ സമയം നിശ്ചയിക്കുന്നതെന്ന് ഇത് വിളിച്ചു പറയുകയാണ്. അല്ലെ, നമുക്ക് ആർക്കും മരണത്തിന്റെ സമയം അറിഞ്ഞില്ല. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി തന്റെ ജീവിതം എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടതെന്ന്, തന്റെ ആത്മാവിനെ എപ്പോഴാണ് പിതാവിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കേണ്ടതെന്ന് തനിക്ക് വ്യക്തമായിരുന്നു. ആയതിനാൽ തനിക്ക് മരണം ഒരു ഭയമുള്ള സംഗതിയായിട്ടല്ല താൻ കാണുന്നത്. അപ്പോൾ യേശുവിനെ ആരും കൊന്നില്ല. അതാണ് ഒന്നാമത്തെ സത്യം. യേശു മറ്റുള്ളവരുടെ പീഡനത്താൽ മരിച്ചുമില്ല. യേശു തന്റെ സ്വന്തം പ്രാണനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്കൊരു പാഠമായിരിക്കുന്നത്, നമുക്കും ധൈര്യമായി മരിക്കുവാൻ പറ്റിയ കാര്യമാണ് യേശു കാണിച്ചത്. പിതാവിന്റെ പക്കൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. നാം പിതാവിന്റെ അടുക്കലേക്കാണ് പോകുന്നതെങ്കിൽ അത് മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മരിക്കുന്നത് എനിക്ക് അത്യുത്തമം. കാരണം എങ്ങോട്ട് പോവാം? പിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. അപ്പോൾ മരിക്കുന്നത് ഒരു അന്ധകാരത്തിലേക്ക് പോകുകയല്ല ദൈവ പൈതലിനെ സംബന്ധിച്ച്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, എന്റെ അടുക്കലേക്ക് നിങ്ങൾ വരും. അപ്പോൾ ഏത് വിധത്തിലും യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നു, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മയ്ക്ക് നൽകുന്ന ധൈര്യം, നാം പിതാവിന്റെ അടുക്കലേക്ക് യേശു പരിമേൽപ്പിച്ചതുപോലെ പോവുകയാണെന്ന് കാണുമ്പോൾ മരണം നമുക്കൊരു ഭയമുള്ള സംഗതിയല്ല. മരണത്തെ നമുക്ക് വെല്ലുവിളിക്കുവാൻ കഴിയും. ഹേ മരണമേ, നിന്റെ ജയമുണ്ട്. ഹേ മരണമേ, നിന്റെ വിഷമുള്ളത്. മരണത്തിന് വിഷമുള്ള ഉണ്ടായിരുന്നു, അത് എല്ലാവരെയും കുത്തുമായി. ആ വിഷമുള്ള ഏൽക്കുന്നവരൊക്കെയും ഭയപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ വിഷമുള്ള യേശു വലിച്ചെടുത്തു. ഇന്ന് അതിനെന്തില്ല? വിഷമം ഇല്ല. ആരുടെ മുകളിൽ? കർത്താവിൽ സുരക്ഷിതരായിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ത്? ക്രിസ്തുവിൽ മരിക്കുന്നത്, ആ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം അവർ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പ്രസാദപ്രകാരം അവർ കർത്താവിനോട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിതാവിന്റെ സന്നിധാനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ യേശു അത് വളരെ ധൈര്യമായി തന്റെ പ്രാണനെ പിതാവിന്റെ പക്കൽ ഫലമേൽപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ധൈര്യത്തോടുള്ള സമീപനമാണ്.
പിന്നെ യേശുവിന് അറിയാമായിരുന്നു എന്നുവരെ തനിക്ക് ഇവിടെ ജീവിക്കണം. തന്റെ ജീവിതകാലത്ത് താൻ ചെയ്തെടുത്ത കാര്യത്തെ കുറിച്ച് താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യേശു പറയുന്നു, നീ എനിക്ക് തന്ന പ്രവൃത്തിയെല്ലാം ഞാൻ തികച്ച് എന്റെ ജീവിതം കൊണ്ട് നിന്റെ നാമത്തെ ഞാൻ മഹത്വീകരിച്ചു. അപ്പോൾ കാൽവരി ക്രൂശിലും എന്തെല്ലാം ചെയ്യണമെന്ന് എനിക്കറിയാമായി. അതുകൊണ്ടാണ് താൻ പറയുന്നത് സകലവും നിവൃത്തിയായി. ഇതിന് തൊട്ടു മുമ്പേ പറഞ്ഞു, നാം അതിനെ കുറിച്ച് ചിന്തിച്ചതാണ്. നിവൃത്തിയായ ശേഷം പിന്നെ തനിക്ക് ഒരു നിമിഷം പോലും ഈ ലോകത്തിൽ വസിക്കുവാൻ ആഗ്രഹവുമില്ല. തന്റെ പ്രവൃത്തി തികച്ചു കഴിഞ്ഞ ഉടനെ തനിക്കറിയാൻ തന്റെ സമയമായി, എല്ലാ കാര്യത്തിനും സമയമായി. യേശു തന്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ നേരത്ത് പറഞ്ഞു, എന്റെ സമയമായിട്ടില്ല എന്ന്. ഇവിടെ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് താൻ പിതാവിന്റെ പക്കൽ തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുമ്പോ തനിക്ക് നന്നായിട്ടറിയാം എപ്പോഴാണ് താൻ ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് പോകേണ്ടത്. പിന്നെ അവസാന സമയത്തും ആരംഭത്തിലുണ്ടായിരുന്ന അതേ ട്രസ്റ്റ് കർത്താവിനെ പിതാവിനോടുണ്ടായിരുന്നു. നോക്കൂ, നാം കണ്ടു, പിതാവേ അല്ലെങ്കിൽ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നത് തന്റെ ജീവിതത്തിൽ പിതാവുമായിട്ടുള്ള ആ വലിയ ഫെലോഷിപ്പിന്റെ ആഴത്തെ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം പൈശാചിന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടുമല്ല അത് സംഭവിച്ചത്. താൻ പാപമാക്കിയപ്പോ പിതാവിനെ തന്നെ നോക്കുവാൻ കഴിയാതെ, കാരണം തന്റെ ഓമനപുത്രൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കുന്നത് കാണാൻ കഴിയാതെ ആ സമയത്തെ ആ സാന്നിധ്യം യേശുവിനെ താൻ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയാൻ മനുഷ്യൻ എന്ന നിലയിൽ ആയതുകൊണ്ടാണ് താൻ പറയുന്നത്, നീ എന്നെ കൈവിട്ടത്. നമ്മൾക്ക് വേണ്ടി ഉള്ളൊരു വാചകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഉദ്ധരണീയാണ്. നമുക്കൊക്കെയും തോന്നുന്ന ആ വിഷയം, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയാതെ വരുമ്പോൾ ഉള്ള വിഷമം, ഇവിടെ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവും അത് പറയുകയാണ്. എന്നാൽ അതിന്റെ അർത്ഥം ദൈവം തന്നെ ത്യജിച്ചുവെന്നോ, തന്റെ അടുക്കലില്ലെന്നോ, അല്ലെങ്കിൽ തന്നോട് അവിശ്വസ്തത കാണിച്ചെന്നോ എന്നോ അതിനർത്ഥമില്ല. അതിന്റെ തെളിവാണ് ഇത്. എന്ത്? പൂർണ്ണ ട്രസ്റ്റോടുകൂടെ തന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുവാൻ പറ്റിയ വ്യക്തി പിതാവാണെന്ന് തനിക്കറിയാമായിരുന്നു. ആയതിനാൽ ഒരു കാര്യം വ്യക്തമാണ്, പിതാവ് തന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഏത് സമയത്തും തന്റെ അരികിലുണ്ട്. എന്നാൽ മനുഷ്യനെന്ന നിലയിൽ പാപമാക്കിയപ്പോൾ ആ ദൈവ സാന്നിധ്യം തനിക്ക് രുചിച്ചറിയേണ്ട വിധത്തിൽ താനായിരുന്ന അവസ്ഥയിൽ അത് ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് താൻ എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്നത്. ഇവിടെയും മറ്റൊരു പ്രാർത്ഥനയാണ്, പിതാവേ എന്റെ ആത്മാവിനെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അപ്പോൾ തുടങ്ങിയത് പ്രാർത്ഥനയിലാണ്. യേശു പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. അതിന്റെ നടുവിൽ യേശു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൂടുതൽ കേഴുന്നു. ഇപ്പോൾ ദൈവത്തിലേക്ക് പൂർണ്ണമായി അർപ്പിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ ആ ക്രൂസ് മരണത്തിൽ നാം പഠിക്കേണ്ട ഭാഗം, എന്ത് പ്രശ്നമാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിൽ ഉള്ള നമ്മുടെ അർപ്പണവും നമ്മളിലുള്ള നമ്മളെക്കുറിച്ചുള്ള കാര്യത്തെക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി ആയിരിക്കാം. നോക്കൂ, ആ സമയത്ത് 3 പ്രാവശ്യമെങ്കിലും താൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ ചെറിയ സമയത്തിനുള്ളിൽ പരസ്യമായി നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കുവാൻ തക്കവണ്ണം ആരംഭത്തിൽ, നടുവിൽ, അവസാനത്തിൽ എന്ന് കാണുമ്പോൾ എപ്പോഴും താൻ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നു, ദൈവത്തിന്റെ സാമീപ്യത്തിനു വേണ്ടി, ദൈവത്തിന്റെ പരിപാലനത്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിൽ
നമ്മുടെ ഫീലിംഗ് കൊണ്ടോ നമ്മുടെ ഇമോഷനിലോ നമുക്ക് സ്പർശിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം അവിടെ ഉണ്ട് എന്നുള്ളതാണ് യേശു ഈ പ്രാർത്ഥനയിൽ തെളിയിക്കുന്നത്. കാരണം തനിക്ക് അറിയാം തന്റെ പിതാവ് തന്റെ അരികിലുണ്ട്, തന്റെ പ്രാർത്ഥന കേൾക്കും. ഇതാ എന്റെ ആത്മാവിനെ നിന്റെ പക്കൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവമുണ്ട്, പിതാവുണ്ട്, തന്നോടൊപ്പം ഉണ്ട് ഈ യാതനയിൽ എന്നുള്ളത് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അത് നമുക്കൊരു പാഠമാണ്. എന്തേ, ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം ഇരുന്ന് നാം പോകുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതമായിരിക്കാൻ ആ സമയത്ത് നാം ഒറ്റയ്ക്കല്ല. നമുക്കറിയാമല്ലോ ഈ ഫേമസ് ആയ ഫുട് പ്രിന്റ്സ് അല്ലേ? അതെന്താണ്? ആ വ്യക്തി പറയുകയാണ്, ദൈവമേ, ബുദ്ധിമുട്ടിന്റെ സമയം വന്നപ്പോൾ ഞാൻ തന്നെ നടന്നു പോകുവാൻ നീ എന്നെ വിട്ടല്ലോ. അപ്പൊ അതൊരു ഭാവനയാണെങ്കിലും അതിനകത്തൊരു വലിയ അർത്ഥമുണ്ട്. അപ്പോൾ താൻ ദൈവശബ്ദം കേൾക്കുകയാണ്, അത് നിന്റെ പാദങ്ങളല്ല, എന്റെ പാദമാണ്. നിനക്കിത് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ നിന്നെ തോളിലേറ്റി നടത്തിയ എന്റെ പാദമാണ് ആ കാണുന്നത്. നോക്കൂ, എന്തൊരർത്ഥം. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നടക്കാൻ കഴിയാത്തപ്പോൾ അതേ അർത്ഥം തന്നെയാണ് നമ്മളുടെ കർത്താവ്, ശക്തനായ കർത്താവിനോടൊപ്പമാണ് നാം അമിക്കയർ വെച്ചിരിക്കുന്നത്. അമിക്കയർ എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ കയറ്. ശക്തനായ ദൈവം നമ്മളെ പാർട്ണറാക്കിയിരിക്കുമ്പോ നമ്മുടെ പരിധിക്കുള്ള വെയിറ്റ് മാത്രമേ ഉണ്ടെങ്കിൽ നാം ഇല്ല പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി വരുന്ന ഉടനെ അവർക്ക് പറ്റിയ ഒരു ടിഷ്യൂ ബാഗോ ഒരു ബ്രെഡോ നാം അവരുടെ പക്കൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാരമെല്ലാം നാം ചുമന്നുകൊണ്ടു പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ആ പൈതലിന് എടുക്കാവുന്ന ഭാരം മാത്രം കൊടുക്കുന്ന ദുഷ്ടരായ മാതാപിതാക്കളായ നാം അങ്ങനെ അതിനുവേണ്ടി ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവം എത്രയധികം ചിന്തിക്കും. അപ്പോൾ ഇവിടെ പിതാവായ ദൈവം നമ്മെ കൈവിട്ടവനായിട്ടല്ല, കൂടെയുള്ളതായിട്ടാണ് യേശു തെളിയിക്കുന്നത്. തനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള തന്റെ ജീവിതത്തെ, പ്രാണനെ കർത്താവിന്റെ സന്നിധാനത്തിൽ, പിതാവിന്റെ സന്നിധാനത്തിൽ അവൻ പരമേൽപ്പിക്കുക. അപ്പോൾ തനിക്കാണ് തന്റെ ജീവിതത്തിന്റെ മുകളിൽ അവകാശം. തനിക്ക് മരണത്തെ ഫേസ് ചെയ്യുവാൻ ഭയമില്ല. എപ്പോൾ മരിക്കണമെന്നുള്ളത് താനാണ് തീരുമാനിച്ചത്. താൻ ആരുടെ പക്കൽ ആണ് തന്റെ ആത്മാവിനെ കൊടുക്കുന്നതെന്ന് തനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു. അത് മാത്രമല്ല, പിതാവ് പുത്ര ബന്ധം ഏത് സാഹചര്യത്തിലും തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണെന്ന് അതെടുത്തു പറയുക അല്ലേ? എന്തെല്ലാം ചെയ്യേണ്ടി വന്നാലും പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ താൻ കടന്നുപോയ ഏത് പാന്താവ് ജീവിതത്തിൽ ഫേസ് ചെയ്താലും ആ ബന്ധത്തെ തകർക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യേശു ഈ വാക്കുകൊണ്ട് നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവഹിതം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണമെന്നില്ല പോകുന്നത്. എന്നാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ അഭിമാനം കൊണ്ട് പിതാവിന്റെ പക്കൽ നമ്മുടെ ജീവിതത്തെ ഏത് സമയത്തും ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു ട്രസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് കർത്താവ് പഠിപ്പിക്കുക അല്ലെ? അങ്ങനെ ഒരു ട്രസ്റ്റ് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ ഹിതമാനായ ഈ ജോലി ഞാൻ ചെയ്തെടുക്കുമ്പോൾ അത് നന്മയായി മാത്രം അവസാനിക്കും. നമ്മുടെ ഇഷ്ടപ്രകാരം നാം ചെയ്യുന്നത് ദൈവത്തിൽ കൊണ്ട് ഫലമേൽപ്പിച്ചിട്ട് പലപ്പോഴും എല്ലാവരും പറയും ഞാൻ ചെയ്തതെല്ലാം ദൈവഹിതമാണ് എന്ന്, നന്മയ്ക്കായിട്ടാണ്. കർത്താവ് പലപ്പോഴും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മുടെ അബദ്ധത്തെ നന്മയ്ക്കായി കൂട്ടിവ്യാപിപ്പിക്കാം എന്നല്ലാതെ ദൈവഹിത പ്രകാരമല്ലാത്ത കാര്യം ചെയ്തിട്ട് നന്മയാണെന്ന് നാം പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ഓരോ വാക്യത്തിനും അതിന്റെ പശ്ചാത്തലമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്മയാണെന്നല്ല, നിത്യമായ നിത്യതയുടെ ബന്ധത്തിൽ
ദൈവം നമ്മെ തേജസ്കരിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചു, നീതീകരിച്ചു, എന്ത് ചെയ്തു? തേജസ്കരിച്ചും ഇരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി, ആ ഉദ്ദേശത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവം അങ്ങനെ കൂട്ടിവരുത്തും. ദൈവത്തിന്റെ ഉദ്ദേശം നിവൃത്തിയാകുവാൻ നാം എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നന്മയായത്, നല്ലത്, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവഹിതം എങ്ങനെയാണ് അറിയുന്നത്? അതാ പിന്നെ അടുത്ത ചോദ്യം. ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൽ ഒരു ആത്മീയനെ നടത്തുന്ന രീതിയിൽ നടത്തുമ്പോൾ ദൈവാത്മാവെ ഉദ്ബോധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജഡികൻ ആയി ജീവിച്ചിട്ട് എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തന്നു എന്ന് പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നാം ക്രിസ്തുവിന്റെ ആത്മ ഉള്ളവരാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്, യേശുവിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ അതിന്റെ ആ ബന്ധത്തിലാണ് ഓരോ കാര്യങ്ങളും വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കില്ല. ജഡത്തിന്റെ ഇഷ്ടം നടക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടം നടക്കുകയുമില്ല. അപ്പോൾ അത് നാം മനസ്സിലാക്കാറാണ് ഒരു വാക്യത്തിന്റെ മുറിവാക്കെടുത്തിട്ട് ചെയ്യുന്ന അബദ്ധങ്ങളെല്ലാം ദൈവഹിതമാണെന്ന് സമർപ്പിക്കുവാൻ നാം പലപ്പോഴും നോക്കും. നമുക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു നല്ല ഉദാഹരണം, ഇണയില്ല പണം കൂടരുത്. അത് പറഞ്ഞിരിക്കുന്ന വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ബന്ധം പാടില്ലെന്ന വിവാഹത്തെ കുറിച്ചൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ ഒരു വലിയ പട്ടിക തന്നെ പറഞ്ഞിരിക്കുക. പക്ഷെ അത് വിവാഹത്തിന് വളരെ പറ്റിയ വാക്യമാണ്. കാരണം അതാണ് ഒരു ഒന്നായി ചേരുന്ന കോണ്ടെക്സ്റ്റ്. അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദൈവഹിത പ്രകാരം നാം ഒരാളെ വിവാഹം കഴിക്കണമെങ്കിൽ കർത്താവിനുള്ളവരായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് വിധവമാർക്ക് സ്വാതന്ത്ര്യമുള്ളവർ വേറെ പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ കർത്താവിനുള്ളവരായിരിക്കണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഇതും കൂടെ നാം യോജിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരു വിശ്വാസിയെ തന്നെ വിവാഹം കഴിക്കണം. അതാണ് ദൈവത്തിന്റെ ഹിതം. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാതെ ഞാൻ വേറൊരു തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് അതിന്റെ കോൺസിക്വൻസ് മുഴുവൻ ദൈവഹിതമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവും. കാരണം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം അത് ഗ്രഹിച്ചിട്ട് അതിന് പ്രകാരം പോകേണ്ടതിന് പകരം നാം വാദിക്കും. ഇന്നടത്തും അവിശ്വാസിയെ വിവാഹം കഴിച്ചിട്ട് അവര് രക്ഷിക്കപ്പെട്ടു വന്നുവല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ടായിക്കൂടാ എന്ന് എന്നോട് ചോദിച്ചവർ പോലും ഉണ്ട്. അപ്പൊ അതിനകത്തൊരു വാക്യമുണ്ട്, സഹോദര മനുഷ്യ, നിനക്ക് നിന്റെ പങ്കാളിയെ രക്ഷിക്കാൻ കഴിയും എന്നെങ്ങനെ അറിയാം? കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. അത് ദൈവത്തിന്റെ കരുണ കൊണ്ട് സാധിച്ചാൽ നല്ല കാര്യം. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യം, അതിന്റെ നിലയിൽ തന്നെ അറിഞ്ഞിരിക്കുന്ന സത്യം അറിഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അല്ലാതെ നാം ചെന്ന് കുരുക്കിൽപ്പെട്ടിട്ട് അത് ദൈവം എന്നെ നയിച്ചതാണെന്ന് പറയുന്ന പൊട്ടത്തരം ലോകത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തി വെള്ളത്തിൽ ഇറങ്ങിയാൽ കാണുപോകും. ഞാൻ യേശു നടന്നു അതുകൊണ്ട് ഞാനും നടക്കുകയാണെന്ന് പറഞ്ഞ ഒരാൾ നടന്നിരിക്കട്ടെ. ദൈവം തന്റെ ആ മഹാമനസ്കതയിൽ ചരിത്രത്തിൽ ഒരുത്തനു വേണ്ടി അങ്ങനെ ചെയ്തെന്ന് വന്നേക്കാം. അത് ഒരു നോർമൽ കാര്യമല്ല. കാരണം ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടിയില്ലാത്ത സമയത്ത്, പ്ലെയിനില്ലാത്ത സമയത്ത് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, ഫിലിപ്പോസിനെ ആ നിർജ്ജന പ്രദേശത്ത് നിന്ന് ആത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ ഞാൻ ഇവിടെ നിൽക്കുക, എന്നെ ഇന്ത്യയെ കൊണ്ടെത്തിക്കണമേ എന്ന് നമ്മൾ ആരെങ്കിലും ഇന്ന് വരെയും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം, അത് ദൈവത്തിന്റെ സോവറിനിറ്റിയിൽ ദൈവം തമ്പുരാൻ ഒരാൾക്ക് വേണ്ടി ഒരിക്കൽ ചെയ്ത ഒരു കാര്യമാണ്. അത് സംഭവിക്കാം, പക്ഷേ അത് സ്വാഭാവികമല്ല.
അതിനാൽ നാം ആരും ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞതുപോലെയുള്ളൂ പല കാര്യങ്ങളും. ദൈവത്തിനൊരു പ്രകൃതി നിയമമുണ്ട്. ആ പ്രകൃതി നിയമത്തെ ചിലപ്പോൾ ദൈവം സൂപ്പർസീഡ് ചെയ്യും. അതിനാണ് മിറക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്. അത് ദൈവം തന്റെ ഹിതപ്രകാരം അത് ആ സമയത്ത് ആവശ്യമാണെങ്കിൽ, ദൈവനാമ മഹത്വം അത് സാധ്യമാണെങ്കിൽ ചിലപ്പോൾ ചെയ്തെന്ന് വന്നേക്കാം. ഞാൻ പറഞ്ഞത് സോവറിൻ വില്ലിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. കാരണം ദൈവം ഹിസ്കിയാവിനോട് പറഞ്ഞു, ആ നിഴല് പുറമോട്ട് പോകും. അത് ദൈവം ചെയ്ത ഒരത്ഭുതം. യോശുവയ്ക്ക് വേണ്ടി പകല് നീട്ടിക്കൊടുത്തു. അതൊക്കെ ദൈവം ചെയ്യുന്നതുമാണ്. പക്ഷെ അതൊരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമല്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ, തീരുമാനമെടുക്കാൻ. ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാം നന്മയ്ക്കായി സംഭവിക്കുമെന്ന് പറഞ്ഞ് ചെയ്താൽ അതിൻ്റെതായ പരിണതഫലം നാം എന്ത് ചെയ്യും? അനുഭവിക്കും. അപ്പോൾ ഇവിടെ എന്താ കർത്താവ് ചെയ്യുന്നത്? കർത്താവ് നന്നായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചു. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ തന്റെ പ്രവൃത്തി ഇവിടെ കഴിഞ്ഞപ്പോൾ ആ റിലേഷൻഷിപ്പ് കർത്താവ് എന്ത് ചെയ്തു? വളരെ കാര്യമായി ഫലമേൽപ്പിച്ച് ദൈവഹിതം ചെയ്തെടുത്താൽ തന്റെ പിതാവ് തന്നോടൊപ്പം ഉണ്ടെന്നും ആ പിതാവിന്റെ പക്കൽ തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുവാൻ തനിക്ക് വളരെ അധികാരം ഉണ്ട് എന്ന് താൻ ചിന്തിച്ചു. എന്നിട്ട് തന്റെ ആത്മാവിനെ താൻ ഫലമേൽപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് നമ്മുടെ പിതാവിന്റെ കരം, അല്ലേ? അപ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്, നാം എല്ലാവരും നമുക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ പുത്രന് വേണ്ടി തുറന്നിരുന്ന കരം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഏത് സമയത്തും നമുക്കും അതേ വിശ്വാസത്തിൽ ജീവിക്കാം, അല്ലേ? ദൈവ കരങ്ങളിലാണ് നാം പതിക്കുന്നതെങ്കിൽ, അത് മരണമാണെങ്കിലും അത് നമ്മുടെ ജീവിതമാണെങ്കിലും ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ സുരക്ഷിതരാണ്. എന്താ യേശു പറഞ്ഞു? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുത്തിരിക്കുന്നു, അവ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിപ്പാൻ ആർക്കും കഴിയയില്ല. അത് മാത്രമല്ല, എന്റെ പിതാവ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിപ്പാൻ ആർക്കും ഒരു നാളും കഴിയയില്ല. ഒന്ന് വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ദൈവത്തിന്റെ കരത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്ന് വായിക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുത്തിരിക്കുന്നു, അവ ഒരു നാള് നശിച്ചു പോയില്ല. അതിന്റെ കാരണം എന്താ? കാരണം അത് കർത്താവിന്റെ കരങ്ങളിലാണ്. അടുത്തത്, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തു തന്റെ പ്രാണനെ ഫലമേൽപ്പിച്ചത്. യേശു പറഞ്ഞു, നിങ്ങളുടെയും ജീവൻ, നിത്യജീവൻ അവന്റെ പക്കലാണ്. അപ്പോൾ അത് സുരക്ഷിതമാണ്. അങ്ങനെ ഉറപ്പുള്ള ഒരു കരങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പിതാവിന്റെ അതേ കരങ്ങളിലേക്ക് പുത്രൻ തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമുക്ക് വേണ്ടിയും ആ കരം എപ്പോഴും എന്താണ്? ഓപ്പണാണ്. ആ കരം അവൈലബിളാണ്. ആ കരം ശക്തമാണ്. ആ കരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആശ്രയിക്കാം. ആർക്കും ഒരിക്കലും തട്ടിപ്പറിപ്പാൻ കഴിയാതെ വണ്ണം എന്താ? അത് സുരക്ഷിതമാണ്. അത് മാത്രമല്ല ഇത് പഠിപ്പിക്കുന്നത്, നമ്മളൊക്കെയും അനേകരുടെ മരണം കണ്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വിശുദ്ധന്മാരെപ്പോഴും സ്തോത്രവും ദൈവത്തെക്കുറിച്ചും കാര്യങ്ങൾ പറയുന്നവരെ ഉണ്ട്. എന്നാൽ അതേ സമയത്ത് വേറെ പലതും പറയുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നാം എന്തെല്ലാമാണ് പറയുന്നത്, അവസാനം പറയുന്നത് എന്ന് ഇതൊരു നല്ല ഭാഗമാണ് നമുക്ക് ഓർക്കുക.
പിതാവേ, ഇതാ ഞാൻ വളരെ സംതൃപ്തനാണ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ. ദൈവവുമായിട്ടുള്ള ആ വലിയ ബന്ധം, ആ വാക്കുകൾ എത്ര ശ്രേഷ്ഠമായി, എത്ര പ്രസംഗങ്ങൾ, എത്ര പഠിപ്പീരുകൾ യേശു മരിച്ച ശേഷം ഇന്ന് വരെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? ആ വാക്കിന്റെ അർത്ഥം മാത്രമല്ല, ആശ്രയം മാത്രമല്ല, അതിന്റെ മനോഹാരിതയും ശ്രേഷ്ഠമാണ്. ആ ബന്ധം, അവസാനത്തെ വാക്ക്, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അവസാനം എന്തോ പറഞ്ഞു എന്നുള്ളത്, അല്ലെ? അപ്പോൾ അതിനും ഇവിടെ പ്രാധാന്യമുണ്ട്. നാം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതെല്ലാം വായി സംസാരിക്കുന്നത്. പിതാവിനോടുള്ള ആ വലിയ ബന്ധത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ച യേശു എങ്ങനെ അറിയാം? 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ താൻ തന്റെ കാര്യം തീർത്തു എന്ന് പിതാവിനോട് പറഞ്ഞിട്ട് പറയാണ്, എനിക്ക് നീ ഭൂമിയിൽ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. എന്താ പറയുന്നത്? എനിക്ക് ഉണ്ടായിരുന്ന അതേ ബന്ധം, അതേ അടുപ്പം, അതേ അവസ്ഥ ഞാൻ ചെയ്തെടുത്ത് ഈ ഭൂമിയിൽ നിന്നിൽ നിന്ന് അകന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ മാറിയിരുന്ന സമയം കഴിഞ്ഞു. നിന്റെ അടുക്കലേക്ക് വരുവാനുള്ള തിടുക്കം, ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവകരങ്ങളിൽ ആയിരിക്കുവാനുള്ള താല്പര്യം. നോക്കൂ, 5-ാം വാക്യത്തിന്റെ പ്രസക്തിക്ക് വളരെ അടിവരയിടേണ്ട ആവശ്യമുണ്ട്. നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചു, നിന്റെ നാമം ബൗദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ പരിപാടി തീർന്നു, ഇതാ ഞാൻ വരുന്നു. നോക്കൂ, ഇങ്ങോട്ട് വന്നപ്പോൾ അതുപോലെ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ 10 ഇരട്ടി താല്പര്യത്തോടാണ് പറയുന്നത്, ഇതാ ഞാൻ മടങ്ങി വരുന്നു. എനിക്ക് നിന്റെ അരികിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ മഹത്വത്തിൽ എന്നെ സ്വീകരിക്കണം. അപ്പോൾ നമുക്കൊരു അവസാനമായിട്ടുള്ള ആഗ്രഹം, അല്ലെ? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ആഗ്രഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ചിലരുടെ ആഗ്രഹം തീരത്തേ ഇല്ല, ഇവിടുന്ന് വിട്ടുപോകാനോട്ട് മനസ്സുമില്ല. കാരണം എങ്ങോട്ടാ പോകുന്നതിനോട്ട് അറിയത്തുമില്ല. അതാണ് അതിന്റെ വെപ്രാളം. എങ്ങോട്ടാ പോകുന്നതിനുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ വെപ്രാളത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആ പോകുന്നിടത്ത് നമ്മുടെ പിതാവുണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ അർത്ഥം കൂടും. അപ്പോൾ നാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന സമയമാണ് മരണസമയം. എന്താ നാം പ്രസംഗിച്ചത്, പാടിയത്, പ്രാർത്ഥിച്ചത് യഥാർത്ഥമാണ് എന്ന് മറ്റുള്ളവർക്ക് തെളിയിക്കുന്നതാണ് മരണത്തിന്റെ അല്ലെങ്കിൽ അവസാനത്തെ വാക്കുകൾ. ഓരോ ഭക്തന്മാരും പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കരുത്, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്, എന്റെ ആഗ്രഹം സാഫല്യത്തിലേക്ക് വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർക്കറിയാം, അവരെ അധ്വാനിച്ചത് വെറുതെ അല്ല, അവര് മരീചികയുടെ പുറകെ ഓടുന്നവരായിരുന്നില്ല. അവർക്ക് എപ്പോഴും ഒരു ബന്ധമുണ്ടായിരുന്നു. നാം ഫോൺ വിളിക്കുന്ന ഉടനെ നമുക്ക് അല്പനേരം കഴിയുമ്പോഴെങ്കിലും അറിയാം അവിടുന്ന് ഉള്ള റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ അങ്ങേ തലയ്ക്ക് ആളുണ്ടോ എന്നുള്ളത്. അത് നമ്മളെല്ലാവരും അതിന്റെ അടിസ്ഥാനത്തിലാണ് വാക്കുകൾ പറയുന്നത്. ആരാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. അതുകൂടാതെ അവരവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. മൂന്നാമത് അവർ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും, അല്ലേ? അതെല്ലാം നാം ഈ കാണാത്ത ഈ വെറും ശബ്ദത്തിന്റെ അർത്ഥത്തിൽ നാം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നവരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നാം ഉത്തരം പറയും, അല്ലേ? നാം പലപ്പോഴും തെറ്റിദ്ധരിച്ച് ഇന്നാരായിരിക്കുമെന്ന് അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നവരുമുണ്ട്, അല്ലേ? ആരെങ്കിലും ഫോണിൽ വിളിക്കുമ്പോ ഇന്നവരാണെന്നുള്ള ചിന്താഗതിയിൽ അങ്ങ് കുടഞ്ഞത്, അപ്പോഴാ മനസ്സിലാകുന്ന ആള് മാറിപ്പോയി. അവൻ വേഗം തിരുത്തും. അബദ്ധങ്ങളൊക്കെ പറഞ്ഞത് അതെന്നേക്കും അബദ്ധമായി ശേഷിക്കുകയും ചെയ്യും, അല്ലേ? അങ്ങനെ
നമ്മുടെ ജീവിതത്തിൽ അർത്ഥം പറ്റുന്നവരെ പോലെ ആകരുത്. നാം ആരാണെന്നും അവിടെ റെസ്പോൺസ് എന്താണെന്നും ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടെന്നും നാം കോമൺ സെൻസ് ഉള്ള ആളെ മനസ്സിലാക്കി സംസാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം നാം എങ്ങോട്ടാണ് പോകുന്നത് അതൊരു യാഥാർത്ഥ്യമായി വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ കീഴിലല്ല, വളരെ ഉറപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ ഇതുപോലെ നമുക്ക് ധൈര്യത്തോടെ മരണത്തെ, നമ്മുടെ അവസാനത്തെ കാണാൻ കഴിയും. കാരണം നമുക്ക് ദൃഢമായ ഒരു ഉറപ്പുണ്ട്. ആരെല്ലാം പറഞ്ഞാലും നമുക്ക് മാറ്റമുണ്ടാകില്ല. ആരെല്ലാം പറയാ ഒരു കൊച്ചിനോട് നീ ഈ അപ്പൻ്റെ അടുത്ത് നിൽക്കണ്ട, എന്റെ അപ്പനാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. കൊച്ചെന്താ പറയും? എന്റെ അപ്പനാണ് എന്നും പറഞ്ഞ മറ്റേ ആളെ പിടിച്ച് ഒരുന്തു കൊണ്ടു. കാരണം അതുപോലെ വിശ്വസിച്ചിരിക്കുകയാണ്. ഉറപ്പുണ്ട്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരെല്ലാം എന്തു പറഞ്ഞു എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല. ആരെല്ലാം നമ്മെ പറ്റിക്കാൻ നോക്കിയാൽ അത് പറ്റിക്കപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് യേശു നമുക്ക് ഈ മോഡൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല, പിന്നെ നാം മരിക്കുന്ന സമയത്തും യേശു നമുക്ക് മോഡലായി. നാം എങ്ങോട്ട് പോകുന്നു എന്നും നമ്മുടെ ജീവിതം സുരക്ഷിതമാണെന്നും നമ്മുടെ ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ തികച്ചാൽ ആ ആവല് നമുക്കുണ്ടാകണമെന്നും യേശു പഠിപ്പിക്കുകയാണ്. അപ്പോൾ എത്തിലും നമുക്കൊരു സേഫായ സ്ഥലം കണ്ടെത്തി എന്നാണ് യേശു നമുക്ക് ഉറപ്പ് നൽകുന്നത്. ഈ ലോകത്തിൽ സേഫ്റ്റിയുള്ള സ്ഥലം നാം അന്വേഷിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒക്കലഹോമയിൽ ചുഴലിക്കാറ്റടിച്ചപ്പോ മനോഹരമായ വിശാലമായ സ്ഥലമല്ല അവർ അന്വേഷിച്ചത്. അവര് എവിടെയെങ്കിലും ഭൂമിയുടെ അടിയിൽ വളരെ ചെറിയ ഇടുക്കമുള്ള അടിയിലുള്ള ക്ലോസറ്റുകൾ, ബാത്റൂമുകൾ ഒക്കെയാണ് അന്വേഷിച്ചത്. ബാക്കിയുള്ള സമയത്തൊക്കെ അത് നമുക്ക് എന്തല്ല ഒരു കാര്യമായി നാം ഏറ്റെടുക്കാറില്ല. എന്നാൽ എല്ലാം തകർന്നടിക്കുമ്പോൾ ഏറ്റവും സേഫായ സ്ഥലം ആ ക്ലോസറ്റ് ആണെന്ന്, അവിടെ 10-20 പേരെ ശ്വാസം വിടാൻ മാത്രമുള്ള അകലത്തിൽ നിന്ന് അവർ സുരക്ഷിതരായെന്നും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എവിടാണ് സുരക്ഷിതത്വം. പ്രശ്നങ്ങൾ വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, ലോകത്തിന്റെ വിശാലതയെല്ലാം തകർന്നടിയുമ്പോൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ കരങ്ങളാണ്, അത് കർത്താവിന്റെ സന്നിധാനമാണ്. അത് മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ, അവരെന്തും പറയട്ടെ, യേശു പറയാണ് മരണത്തിലും നിങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്, പിതാവിന്റെ കരങ്ങളിലാണ്. അപ്പോൾ യേശു തന്റെ ജീവിതം തികച്ചപ്പോൾ അതിനായിട്ടുള്ള ആവല് കാണിക്കുകയാണ്. യേശു തന്റെ പ്രാണനെ കൊടുക്കുവാൻ അധികാരമുള്ളവനാണെന്ന് തെളിയിക്കുന്നു. നമ്മുടെയും ജീവൻ അവന്റെ പരിധിയിലാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരും ജീവിക്കുന്നവരും എന്റെ ശബ്ദം കേൾക്കും, കല്ലറകളിൽ നിന്ന് വരും. അപ്പോ കർത്താവ് ജീവിച്ചവരെയും മരിച്ചവരെയും ന്യായീകരിക്കുമെന്നാണ് തിമോഥെയോസിനോട് പറയുന്നത്. അപ്പോൾ സകലരുടെയും മുകളിൽ അധികാരമുള്ള വ്യക്തി നമുക്ക് മോഡലായി തന്റെ ജീവൻ പോലും തന്റെ അധികാരത്തിലാണ്, മരണത്തിന്റെ കീഴിലല്ല, പൈശാചിന്റെ ബന്ധനത്തിലുമല്ല. പിന്നെയോ തനിക്ക് കൊടുക്കുകയും തനിക്ക് തിരികെ പ്രാപിക്കുകയും ചെയ്യാൻ കഴിയും എന്ന് താൻ പഠിപ്പിച്ചത് യാഥാർത്ഥ്യമാക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ പഠിപ്പീരുകൾ നമ്മുടെ ജീവിതത്തിലും ഈവൻ മരണത്തിലും തെളിയിക്കുവാൻ ദൈവം നമുക്കൊരു മോഡൽ കാട്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ യേശു പഠിപ്പിച്ച 7 മൊഴികളും നമുക്ക് വളരെ അർത്ഥവത്താണ്. മറ്റുള്ള ജനങ്ങൾ ചെയ്യുന്നത് അതെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ആയിരിക്കുമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് ഭാവിയാണെങ്കിലും മാനസാന്തരപ്പെട്ടാലും അവനോട്
കനിവ് കാണിക്കും. അതുമാത്രമല്ല, ഏത് സമയത്തും ദൈവസാന്നിധ്യമാണ് ജീവിതത്തിന്റെ ശക്തി എന്നുള്ള നിലയിൽ അവൻ ദൈവസാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് കഴിയുകയില്ല, എന്റെ പരിധി ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്നവർക്ക് യേശു ഒരു മോഡലാണ്. അമ്മയുടെ സുരക്ഷിതത്വം, താൻ സ്നേഹിക്കുന്ന, തന്നോടൊപ്പമുണ്ടായി വിശ്വസ്തരായ ശിഷ്യന്റെ കയ്യിൽ മാത്രം ഫലമേൽപ്പിക്കുന്നു. തിരുവഴുത്തുകൾ നിവൃത്തി വരണമെന്നുള്ളതിനാൽ അത് ഓർത്തിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നല്ല, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വാക്ക് കൂട്ടി തന്നെ കുറിച്ച് ദൈവം പിതാവ് ഉദ്ദേശിച്ച സകലവും നിവൃത്തിയായി എന്ന് വിളിച്ചു പറയും. തന്റെ ജീവിതം തുടങ്ങിയപ്പോൾ ഞാൻ ഇതിനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു അതേ കർത്താവ്. അത് തികച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നല്ല സംതൃപ്തിയുള്ളവനായി മരണത്തെ അഭിമുഖീകരിക്കുന്നു. എല്ലാം തികഞ്ഞ ശേഷം അവൻ പറയുന്നു, പിതാവേ, എന്റെ പ്രാണനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു. തന്റെ ജീവിതം അടുക്കും ചിട്ടയോടും കൂടെ ചെയ്തെടുക്കേണ്ടതെല്ലാം ചെയ്തെടുത്ത് ദൈവോചനത്തിന് പ്രസക്തി കൊടുത്ത് ഉത്തരവാദിത്വങ്ങൾക്ക് വളരെ പ്രഥമ സ്ഥാനം കൊടുത്ത് അവസാനം വരെയും ജീവിച്ച ക്രിസ്തു ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും നമുക്ക് മാതൃകയാകട്ടെ. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. പുത്രനെ സഹായിച്ച കർത്താവ് നമ്മെയും സഹായിക്കും. ആ കമ്മിറ്റ്മെന്റ് അതുപോലെയാണെങ്കിൽ, ആശ്രയം അതുപോലെയാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന അതുപോലെയാണെങ്കിൽ നമുക്കും വിജയികളാകാൻ തീരുവാൻ കഴിയും. അതിന് ദൈവോടെയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സബ്ജക്റ്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.